ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഹനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളൊന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്, എൻ്റെ വീഡിയോ കാണുമ്പോൾ 3 മിനിറ്റെങ്കിലും മിനിമം കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ക്രൈബ് ആൻഡ് ആ കൊച്ചു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ നമുക്ക് ഇനി ഫുഡിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ഡിഷാണ്. നമ്മളെല്ലാവരും പുറത്തുനിന്നാണ് അത് വാങ്ങുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ നമുക്കത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ ഉമ്മച്ചി അത് വീട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഞാനിവിടെ നിന്ന് മേടിച്ച പത്തിരിപ്പൊടിയാണ്. പിന്നെ ഞാൻ ഒണിയൻ എടുത്തിട്ടുണ്ട്. സാധാരണ ചെറിയ ഉള്ളിയാണ് ഇതിൽ ചേർക്കാനുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വേണം, ഒരു മുട്ട വേണം, പിന്നെ കറി ലീഫ് വേണം, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഹൗസ് സ്പൈസസിൽ ഇങ്ങനെ ഇത് കിട്ടുമല്ലേ, ഇതൊന്ന് കുറച്ച് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളവും. അപ്പം ഞാൻ ഈ ചോപ്പറിലാണ് ഞാൻ ഈ ഓണിയൻ അരിയാൻ പോകുന്നത്. നമ്മളിതുപോലെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും, മിനി ചോപ്പറാണിത്. ഇത് വെച്ച് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സവോള. ഈ ബൗളിലോട്ട് നമുക്ക് ഈ 1 കപ്പ് മാവ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോള കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ 2 പച്ചമുളക് നമുക്കിതുപോലെ കൈ കൊണ്ട് അരിഞ്ഞിടാം. ഞാൻ ഇപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പറയും പോലെ തന്നെ ഈ പെരിഞ്ചീരകം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിതിലോട്ട് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് മാത്രം. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വേറൊരു ഗ്ലാസ്സിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്ത് അതിലോട്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഈ മുട്ടയിൽ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കാരണം മാവിൽ കൂടെ വേണ്ടതാണ്. അപ്പോൾ ഇച്ചിരി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഇതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഉണ്ണിയപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കില്ലേ, അതിൻ്റെ പരുവമാണ് ഇതിന് വേണ്ടത്. കാരണം ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അല്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കുറച്ച് ഇതിലോട്ട് ഇങ്ങനെ മാവ് ഞാനിങ്ങനെ സ്പൂണിൽ കോരി എടുത്തിട്ടാണ് ഞാൻ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഏകദേശം ഞാനിപ്പോൾ ഈ ചെറിയ സ്പൂണിലാണ് ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളത്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അലിയിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ല, ഒരെണ്ണം നമുക്ക് ആ ചട്ടിയിൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ പരുവം നോക്കി വെള്ളം ആഡ് ചെയ്യാം, ഇല്ല നേരത്തെ ആഡ് ചെയ്യാം, എങ്ങനെയാണ്. ഞാനൊരു അടുപ്പ് കത്തിച്ച് എൻ്റെ ഈ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇച്ചിരി പഴയ ചട്ടിയാണ്, ഞാനിവിടെ വന്ന സമയത്ത് കൊണ്ടുവന്ന ചട്ടിയാണ്. അപ്പോൾ ഇച്ചിരി ഡിഫക്റ്റൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഇനി നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ചട്ടി ചെറിയ ചട്ടി ആയതുകൊണ്ട് ഓയിലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്താണ് ഒഴിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഓവർഫ്ലോ ആവും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ കയ്യിൽ ഹീറ്റ് തട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. എണ്ണയാണ് സൂക്ഷിച്ച് ചെയ്യുക. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സ്ലോലി ചെയ്യണം, കാരണം എണ്ണ കൊണ്ടുള്ള കളികളാണ്.
അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് സംഭവം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇങ്ങനൊരു ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള സ്നാക്സുകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ടെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. കണ്ട, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം, ഗോൾഡൻ കളറായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്കതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയായി കഴിഞ്ഞ് വളരെ ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട്. അതാരും കൂട്ടണ്ട, നമ്മുടെ നാടൻ ഫുഡിന് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.